നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംഘടനാപരമായി വൻ അഴിച്ചുപണിക്ക് BJP കേന്ദ്ര നേതൃത്വം ഒരുങ്ങുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. നേരത്തെ മന്ത്രിസഭാ വികസനത്തെക്കുറിച്ചുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. അതായത് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മന്ത്രിസഭാ വികസനം ഉണ്ടാകും എന്ന സൂചനയാണ് മാധ്യമങ്ങൾ അന്ന് നൽകിയത്. അതായത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ അടക്കം വകുപ്പ് മാറ്റിക്കൊണ്ടുള്ള മന്ത്രിസഭാ പുനഃസംഘടനയുണ്ടാകും. അതായത് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ വിദ്യാഭ്യാസ മന്ത്രിയാകുമെന്നും അതോടൊപ്പം തന്നെ മുൻ റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ് ധനമന്ത്രിയാകുമെന്നുമൊക്കെയുള്ള വാർത്തകളാണ് അന്ന് വന്നത്. എന്നാൽ പൊടുന്നനെ CJPയുടെ പ്രക്ഷോഭം ആരംഭിക്കുകയായിരുന്നു. വിദ്യാർത്ഥികൾ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടതോടുകൂടി വിദ്യാർത്ഥികൾക്ക് വഴങ്ങേണ്ടതില്ല എന്ന ചിന്തയോടുകൂടി BJP മന്ത്രിസഭാ പുനഃസംഘടന മാറ്റിവെക്കുകയായിരുന്നു. പാർലമെന്റ് സമ്മേളനം നിർണായകമാണെന്നും പാർലമെന്റ് സമ്മേളനത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ടെന്നും നിർണായകമായ പല നിയമനിർമ്മാണങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് തന്നെ മന്ത്രിസഭാ പുനഃസംഘടന പിന്നീടാകാമെന്നുമാണ് പാർട്ടി അന്ന് തീരുമാനിച്ചത്. എന്തായാലും BJPയെ സംബന്ധിച്ചിടത്തോളം കണക്കുകൂട്ടലുകൾ തെറ്റിയ ദിവസങ്ങളായിരുന്നു പിന്നീട് വന്നത്. CJPയുടെ സമരം കൂടുതൽ ശക്തമായി. വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ഉൾപ്പെടെ അവരുടെ ആവശ്യങ്ങൾ BJPക്ക് അംഗീകരിക്കേണ്ടി വന്നു. പാർലമെന്റ് സമ്മേളനവും അവതാളത്തിലായി. പ്രതിപക്ഷം മുഴുവൻ സമയവും പ്രതിഷേധിച്ചത് കാരണം BJP ഉദ്ദേശിച്ച ബില്ലുകളൊന്നും പാർലമെന്റിൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. 12 ബില്ലുകൾ ചർച്ചയില്ലാതെ പാസാക്കിയെങ്കിലും നിർണായകമായ ഭരണഘടനാ ഭേദഗതി ബില്ലുകളടക്കം വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു സമ്മേളന കാലമായിരുന്നു കഴിഞ്ഞുപോയത്. പ്രതിപക്ഷ ബഹളം കാരണം BJPക്ക് അത് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. മാത്രമല്ല പ്രതിപക്ഷത്തു നിന്നും ഒട്ടനവധി MP-മാർ ഭരണപക്ഷത്തേക്ക് ഇപ്പോൾ കൂറുമാറിയിട്ടുണ്ട്. അതായത് BJPക്ക് 3/2 ഭൂരിപക്ഷം ഇപ്പോൾ ലോക്സഭയിലും രാജ്യസഭയിലുമുണ്ട്. അത് ആ ഒരു ശക്തി പ്രകടനത്തിനും BJPക്ക് അവസരം പ്രതിപക്ഷം നൽകിയില്ല. എന്തായാലും പാർലമെന്റ് സമ്മേളനം അവസാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ BJP മന്ത്രിസഭാ പുനഃസംഘടനയിലേക്കും അതുപോലെ തന്നെ സംഘടനാ പുനഃസംഘടനയിലേക്കും കടക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. സംഘടനാ പുനഃസംഘടന ഇന്ന് ഈ മാധ്യമങ്ങൾ പറയുന്നത് പോലെ ഇന്നോ നാളെയോ ഒരു പ്രഖ്യാപനം വന്നുകൊള്ളണമെന്നില്ല. വന്നാലും അത്ഭുതപ്പെടാനില്ല. എന്തായാലും വലിയ ഒരു അഴിച്ചുപണിക്ക് BJP ഒരുങ്ങുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം BJPയുടെ ദേശീയ അധ്യക്ഷൻ നിതിൻ നബീന്റെ പ്രായം വെറും 45 മാത്രമാണ്. ഒരു തലമുറ മാറ്റത്തിന് പാർട്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണിത്. നിതിൻ നബീൻ ദേശീയ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും അദ്ദേഹത്തിന്റെ ടീമിനെ ഇതുവരെ പാർട്ടി പ്രഖ്യാപിച്ചിട്ടില്ല. കേരളമടക്കമുള്ള 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പായിരുന്നു കാരണം. അതിനുശേഷം ദേശീയ രാഷ്ട്രീയത്തിൽ ഒട്ടനവധി നിർണായകമായ സംഭവ വികാസങ്ങൾ നടന്നു. അതുകൊണ്ട് തന്നെ സംഘടനാ പുനഃസംഘടന വൈകുകയായിരുന്നു. ഇപ്പോഴിതാ നിതിൻ നബീന്റെ ടീമിനെ പ്രഖ്യാപിക്കാനുള്ള സമയമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ യുവത്വവും പരിചയസമ്പന്നതയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ടീമിനെ പ്രഖ്യാപിക്കാൻ നിതിൻ നബീൻ ഒരുങ്ങുന്നു എന്ന സൂചനയിൽ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അതായത് 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നേതാക്കന്മാരെയും ടീമിനെയുമാണ് ഇപ്പോൾ പ്രഖ്യാപിക്കാൻ പോകുന്നത്. പാർട്ടി ചുമതലകളിലേക്ക് യുവജനങ്ങളെയും അതുപോലെ തന്നെ പരിചയസമ്പന്നരായ നേതാക്കന്മാരെയും ഉൾപ്പെടുത്തും. 2029 തെരഞ്ഞെടുപ്പ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. കാരണം 2014 2019 പാർട്ടിക്ക് കേവല ഭൂരിപക്ഷം ലഭിച്ചിരുന്നു. എന്നാൽ ചില സംസ്ഥാനങ്ങളിൽ പ്രചരണം പാളിയതോടുകൂടി 2024 തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം പോലും BJPക്ക് കിട്ടിയില്ല. NDAക്ക് ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് 3ാം തവണയും നരേന്ദ്രമോദിക്ക് പ്രധാനമന്ത്രിയാകാൻ കഴിഞ്ഞു. പക്ഷേ 2029 തെരഞ്ഞെടുപ്പ് അങ്ങനെയാകരുത് എന്നാണ് BJP കരുതുന്നത്. അതായത് പാർട്ടി ലക്ഷ്യം വച്ചിരുന്ന 400-ലധികം സീറ്റുകൾ എന്നത് അത് 2029 നേടാനാണ് ഇപ്പോൾ പാർട്ടി പദ്ധതിയിടുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ദേശീയ അധ്യക്ഷനായ നിതിൻ നബീനെ സഹായിക്കാനുള്ള 2029 ടീം 2029 ഇന്നിപ്പോൾ BJP പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നത്. ഈ ചുമതല പ്രഖ്യാപിക്കലിന് മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. 5 സംസ്ഥാനങ്ങളിലേക്ക് നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് 2027 ഫെബ്രുവരിയിൽ പ്രധാനപ്പെട്ട 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ഗോവ, പഞ്ചാബ്, മണിപ്പൂർ സംസ്ഥാനങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. ഇതിൽ പഞ്ചാബിൽ മാത്രമാണ് BJPക്ക് ഭരണമില്ലാത്തത്. മറ്റിടങ്ങളിലെല്ലാം BJP സർക്കാരുകളാണ് ഭരിക്കുന്നത്. ഭരണവിരുദ്ധ വികാരത്തെ അതിജീവിച്ചുകൊണ്ട് ഈ സംസ്ഥാനങ്ങളിലെല്ലാം BJPക്ക് തുടർഭരണം നേടണം. മാത്രമല്ല പഞ്ചാബിലെ രാഷ്ട്രീയ കാലാവസ്ഥ
BJPക്ക് അനുകൂലമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഭരണത്തിലെത്തിയില്ലെങ്കിലും പ്രധാന പ്രതിപക്ഷമായിട്ടെങ്കിലും മാറാൻ BJPക്ക് അവിടെ സാധിക്കണം. എന്നാൽ മാത്രമേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് തിളക്കം നഷ്ടപ്പെടാതിരിക്കുകയുള്ളൂ. ഫെബ്രുവരിയിലെ തെരഞ്ഞെടുപ്പുകൾ മാത്രമല്ല, നവംബറിൽ ഹിമാചൽ പ്രദേശും ഡിസംബറിൽ ഗുജറാത്തും തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നുണ്ട്. ഹിമാചൽ പ്രദേശ് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ്. ഗുജറാത്ത് ദീർഘകാലമായി BJP ഭരിക്കുന്ന സംസ്ഥാനവും. ഗുജറാത്തിൽ തുടർഭരണവും ഹിമാചൽ പ്രദേശിൽ ഭരണം പിടിക്കലും BJP ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. ഇതെല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ പാർട്ടിയുടെ പുനഃസംഘടന അല്ലെങ്കിൽ പാർട്ടി വളരെ പ്രധാനപ്പെട്ട ചുമതലകളിലേക്ക് ചില ആളുകളെ നിർദ്ദേശിക്കാൻ ഒരുങ്ങുന്നത്. ഇതിൽ തിരികെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി BJP നേതാവ് അനുരാഗ് ഠാക്കൂർ തന്നെയാണ്. അദ്ദേഹം ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള നേതാവാണ്. ഹിമാചൽ പ്രദേശിൽ തെരഞ്ഞെടുപ്പ് നവംബറിൽ നടക്കാനിരിക്കുന്നു. മാത്രമല്ല, അദ്ദേഹം പ്രതിപക്ഷത്തെ അടിച്ചിരുത്താൻ ശേഷിയുള്ള വാഗ്മിയും അതുപോലെ തന്നെ ഉജ്ജ്വലനായ ഒരു യുവ നേതാവുമാണ്. അദ്ദേഹത്തെ സംഘടനാ തലപ്പത്തേക്ക് കൊണ്ടുവരാനാണ് BJP ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഒരുപക്ഷെ ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പോലും ഈ അനുരാഗ് ഠാക്കൂർ എത്താനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. മുൻ കേന്ദ്രമന്ത്രി എന്ന നിലയിലുള്ള അനുഭവ സമ്പത്ത് പാർട്ടിയിൽ അനുരാഗ് ഠാക്കൂറിന് മുതൽക്കൂട്ടാകും. മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിത്വം സ്മൃതി ഇറാനിയാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമേഠിയിൽ പരാജയപ്പെട്ടതോടുകൂടി സ്മൃതി ഇറാനിക്ക് പ്രത്യേക ചുമതലകളൊന്നും പാർട്ടി നൽകിയിരുന്നില്ല. അവർ വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു കേന്ദ്രമന്ത്രിയാണ്. മാത്രമല്ല, നരേന്ദ്രമോദിക്ക് ശേഷം പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പോലും സ്മൃതി ഇറാനിയെ BJP പരിഗണിക്കുന്നു എന്ന വാർത്തകൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സ്മൃതി ഇറാനിക്ക് പാർട്ടി പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ സംഘടനാ കാര്യങ്ങളിൽ വലിയ അനുഭവ സമ്പത്തുണ്ട്. അവർ മഹിളാ മോർച്ചയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയും ദേശീയ അധ്യക്ഷയും ഒക്കെയായിരുന്നു. ഇങ്ങനെ വലിയ അനുഭവ സമ്പത്തുള്ള, സംഘടനാപരമായി തന്നെ വലിയ അനുഭവ സമ്പത്തുള്ള സ്മൃതി ഇറാനിയും ടീമിലേക്ക് തിരികെ വന്നേക്കും. ഇങ്ങനെ അനുഭവ സമ്പത്തും അതുപോലെ തന്നെ യുവത്വവും നിലനിർത്തുന്ന അല്ലെങ്കിൽ യുവത്വവും കൂടിക്കലരുന്ന ഒരു വമ്പൻ ടീമിനെ പ്രഖ്യാപിച്ചുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്കും അതുവഴി 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കും കടക്കാനാണ് BJP ശ്രമിക്കുന്നത്. രാഷ്ട്രീയ കാലാവസ്ഥയിൽ ചില മാറ്റങ്ങളുണ്ട്. മോദി ബ്രാൻഡ് എന്ന് കേട്ടാൽ വിജയം ഉറപ്പിച്ചിരുന്ന ഒരു ഭാരതമല്ല ഇപ്പോഴുള്ളത്. മോദി ബ്രാൻഡിന് വലിയ കേടുപാടുകളൊന്നും പറ്റിയില്ലെങ്കിലും BJPയുടെ വിജയം കർശനമായ അല്ലെങ്കിൽ കഠിനാധ്വാനത്തിലാണ് എന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ തെളിയിച്ചതാണ്. ബംഗാളിലും ബീഹാറിലുമെല്ലാം അവർ നേടിയത് കഠിനാധ്വാനം നടത്തിയിട്ടാണ്. CJPയുടെ സമരമടക്കമുള്ള കാര്യങ്ങളിൽ രാജ്യത്തെ യുവജനങ്ങളുടെ ഇടയിൽ വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഗോതയിൽ വിജയം ഉറപ്പുവരുത്തുക എന്ന ചുമതലയിലേക്ക് BJP മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിക്കാൻ BJP ഒരുങ്ങുന്നതെന്നാണ് സൂചന.